നമസ്കാരം. എൻ്റെ പേര് ജിയായസി. ഞാൻ സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ തലശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ചില ഓർമ്മപ്പെടുത്തലുകൾ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. നാം ജീവിക്കുന്ന ലോകത്തെക്കുറിച്ചുള്ള, പ്രകൃതിയെക്കുറിച്ചുള്ള വലിയ ആശങ്കയും ആകുലതയും പങ്കുവെക്കുന്ന വരികളാണിവ. പ്രകൃതിയെ ചൂഷണം ചെയ്ത് സ്വന്തം നാശത്തിനു കോപ്പുകൂട്ടുന്ന മാനവന്റെ ചെയ്തികളെ തിരിച്ചറിയാനും പ്രകൃതി സംരക്ഷണത്തിന്റെ ആവശ്യകത മനസ്സിലാക്കി അതിനായി പ്രവർത്തിക്കാനുമുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് ഈ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നലെയുടെ നന്മകൾ ആസ്വദിച്ച് ഇന്നു ജീവിക്കുന്ന നാം തന്നെയാണ് നാളേക്കുള്ള നന്മകൾ കാത്തുവെക്കേണ്ടത്. അമ്മയായ ഭൂമി പാലമൃതൂട്ടി മക്കളായ നമ്മളെ പരിപാലിക്കുന്നു. എന്നിട്ടും ആർത്തി പൂണ്ട മനുഷ്യൻ അമ്മയുടെ നെഞ്ചിലെ ചുടുരക്തം കുടിക്കുവാൻ വെമ്പുന്നു. ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയിൽ കവി ONV കുറുപ്പ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വച്ചത് കടുത്ത സത്യമായി തീർന്നുവെന്ന് ഞെട്ടലോടെ ഞാൻ മനസ്സിലാക്കുന്നു. മലിനമാകുന്ന പുഴകൾ, വരണ്ടുണങ്ങിയ ജലാശയങ്ങൾ, ചുരുങ്ങി വരുന്ന വനങ്ങൾ, അപ്രത്യക്ഷമാകുന്ന ജീവിവർഗങ്ങൾ, ഇതൊക്കെ ഇന്നത്തെ ദുരന്ത യാഥാർത്ഥ്യങ്ങൾ തന്നെ. സ്വാർത്ഥതയിൽ ആണ്ടുമുങ്ങിയ മാനവൻ തന്നെയാണ് ഇതിനൊക്കെ ഉത്തരവാദി. നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ വാക്കുകൾ നമുക്കിവിടെ ഓർമ്മിക്കാം. മനുഷ്യന്റെ ആവശ്യത്തിനുള്ളതെല്ലാം പ്രകൃതിയിലുണ്ട്, അവന്റെ അത്യാഗ്രഹത്തിനുള്ളതൊന്നും പ്രകൃതിയിലില്ലതാനും. 2021 ലോക പരിസ്ഥിതി ദിനം നാം വരവേൽക്കുന്നത് 3.4 ദശലക്ഷം മനുഷ്യജീവൻ കവർന്ന കോവിഡ് മഹാമാരിയുടെ ഭീതിയിൽ മാത്രമല്ല, പല രൂപത്തിലും ഭാവത്തിലും ശക്തമായി തിരിച്ചടിച്ചുകൊണ്ട് ഇനി അധികം സമയമില്ല എന്ന പ്രകൃതിയുടെ രോഷമേറിയ മുന്നറിയിപ്പിന്റെ വെളിച്ചത്തിൽ കൂടിയാണ്. 1972 ഒരേയൊരു ഭൂമി എന്ന ആശയത്തിൽ ആരംഭിച്ച ലോക പരിസ്ഥിതി ദിനം 49ാം വർഷത്തിൽ നമ്മുടെ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുക എന്ന ആശയത്തിൽ എത്തി നിൽക്കുകയാണ്. നാം അധിവസിക്കുന്ന ഭൂമിയെ സംരക്ഷിക്കേണ്ടത് നാം